അവൻ ഏന്തി വലിഞ്ഞ് നടന്ന് വീട്ടിലേക്ക് വന്നാലേ മറക്കണ്ട, എന്റെ തല്ല് കാരണം. ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നാ. ഇനി അവസരം വരും, അപ്പൊ കാണാം. ശരി ചേച്ചി. ആ എന്നാ നീ വെച്ചോ. നീ ഓഫീസിലല്ലേ? അതെ. ജോലി നടക്കട്ടെ. വേണ്ട, ഞാൻ പോയിക്കോളാം. വാശി കളഞ്ഞ് കേറക്ഷരേ. ഇതൊരു ടാക്സി ആയിട്ട് കൂട്ടിയാൽ മതി. എന്ത് തീരുമാനിച്ചു? എന്ത്? ഡോക്ടറോട് സംസാരിച്ചോ? ഇല്ല. എന്തിനാ നീട്ടിക്കൊണ്ടു പോകുന്നേ? പരസ്പരം തുറന്ന് സംസാരിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേ? മാലിന്യമായിട്ടുള്ള അടുപ്പം മറ്റൊരു തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ അതല്ല സത്യം. സാഹചര്യങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. അതിനാ ഡോക്ടറുമായിട്ട് തുറന്ന് സംസാരിക്കണമെന്ന് പറയുന്നേ. അക്ഷരയോട് എന്തായാലും ഡോക്ടർ നുണ പറയില്ല. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് സ്വന്തം ഭാര്യയുടെ അടുത്തായിരിക്കും, പ്രത്യേകിച്ചും ഇതുപോലൊരു കാര്യത്തില്. ഡോക്ടർ അങ്ങനെ ചെയ്യും അക്ഷരയോട്? വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നല്ല, ആരും അങ്ങനെ ചെയ്യും. അക്ഷര സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുകയുള്ളൂ. അതൊക്കെ എനിക്കും അറിയാം. എന്നിട്ട് ഞാൻ സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറയാൻ പോകുന്ന മറുപടികള് എനിക്കിപ്പോഴേ അറിയാം. മാലിനിയുമായിട്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം തീർത്ത് പറയും. നമുക്കാണ് കുറ്റമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. അത് വിശ്വസിച്ച് മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെ അല്ലെന്ന് പറയാൻ തെളിവൊന്നും ഇല്ലല്ലോ നിന്റെ കയ്യില്. വേറൊരാളോട് പറയാനും മാത്രമുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ പാകത്തില് തെളിവ് കിട്ടിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റൂ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വിശാല് പറയുന്നത് ഞാൻ അനുസരിക്കാതിരിക്കില്ല. തുറന്ന് സംസാരിച്ചില്ല എന്ന കുറ്റം നാളെ എന്റെ തലയിൽ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സംസാരിക്കും. പക്ഷെ സംസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും സംസാരിക്കും. വിഡ്ഢികളായ ഭാര്യമാര് ഇക്കാലം അത്രയും ചെയ്തത് അത് തന്നെയാണല്ലോ. എല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഇരുന്നു കൊടുക്കുക. അത് ഞാനും ചെയ്യും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നിരാശപ്പെടേണ്ടി വരും. ഇത് നല്ല അവസരം, ചെന്ന് സംസാരിച്ചാലോ?
റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ഞാൻ. ഇനി വിശാലിന് എന്തെങ്കിലും തെളിവ് വേണോ? ആ ബന്ധം ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇനി എന്താ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടത്?